എല്ലാവർക്കും ബെറ്റു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ 1 സാമുവൽ അധ്യായം 6 20ഓളം ചോദ്യോത്തരങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ കേട്ട് പഠിക്കുന്നതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കർത്താവിൻ്റെ പേടകം എത്ര നാൾ ഫിലിസ്ത്യരുടെ ദേശത്തായിരുന്നു? ഓപ്ഷൻസ്: എ 6 മാസം, ബി 7 മാസം, സി 8 മാസം. ഉത്തരം ബി 7 മാസം. 2. കർത്താവിൻ്റെ പേടകം എവിടേക്ക് തിരിച്ചയക്കുന്നതിനെ പറ്റിയാണ് 1 സാമുവൽ 6:2 പറയുന്നത്? ഓപ്ഷൻസ്: എ യഥാസ്ഥാനത്തേക്ക്, ബി ദേവാലയത്തിലേക്ക്, സി പൂർവ്വസ്ഥാനത്തേക്ക്. ഉത്തരം സി പൂർവ്വസ്ഥാനത്തേക്ക്. 3. ആരുടെ മഹിമയെ പ്രകീർത്തിക്കണം? ഓപ്ഷൻസ്: എ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ, ബി സാമുവൽ പ്രവാചകൻ്റെ, സി കർത്താവിൻ്റെ. ഉത്തരം എ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ. 4. കർത്താവിൻ്റെ പേടകത്തോടൊപ്പം വച്ചത് എന്തെല്ലാം? ഓപ്ഷൻസ്: എ സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടി, ബി 2 കറവ പശുക്കൾ, സി സ്വർണ്ണ നിർമ്മിതമായ എലികൾ. ഉത്തരം എ സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടി. 5. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ജനം തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്ത്? ഓപ്ഷൻസ്: എ 2 കറവ പശുക്കൾ, ബി കർത്താവിൻ്റെ പേടകം, സി ഒരു വലിയ കല്ല്. ഉത്തരം ബി കർത്താവിൻ്റെ പേടകം. 6. വണ്ടി ആരുടെ വയലിൽ ചെന്ന് നിന്നു? ഓപ്ഷൻസ്: എ ജോഷുവയുടെ, ബി ഫിലിസ്ത്യരുടെ, സി ബേത്ത്ശെമെഷുകാരനായ ജോഷുവയുടെ. ഉത്തരം സി ബേത്ത്ശെമെഷുകാരനായ ജോഷുവയുടെ. 7. ജോഷുവയുടെ വയലിൽ ഉണ്ടായിരുന്നതായി പറയുന്നത് എന്ത്? ഓപ്ഷൻസ്: എ ഗോതമ്പ്, ബി ഒരു വലിയ കല്ല്, സി ഒരു ധാന്യം. ഉത്തരം ബി ഒരു വലിയ കല്ല്. 8. സ്വർണ്ണക്കുരുക്കളിൽ 4-ാമത്തേത് ആർക്കു വേണ്ടി? ഓപ്ഷൻസ്: എ അഷ്ദോദിന്, ബി ഗാസായ്ക്ക്, സി ഗത്തിന്. ഉത്തരം സി ഗത്തിന്. 9. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ ആരെയാണ് അവിടുന്ന് വധിച്ചത്? ഓപ്ഷൻസ്: എ 70 ഫിലിസ്ത്യരെ, ബി 70 ബേത്ത്ശെമെഷുകാരെ, സി 70 ഇസ്രായേൽക്കാരെ. ഉത്തരം ബി 70 ബേത്ത്ശെമെഷുകാരെ. 10. 1 സാമുവൽ 6:19 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത്? ഓപ്ഷൻസ്: എ സംഖ്യ 4:20, ബി ലേവ്യർ 4:20, സി സംഖ്യ 3:20. ഉത്തരം എ സംഖ്യ 4:20. 11ാമത്തെ ചോദ്യം, കർത്താവിനെ ബേത്ത്ശെമെഷിലെ ആളുകൾ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഓപ്ഷൻസ്: എ കർത്താവായ ദൈവം, ബി പരിശുദ്ധനായ ദൈവം, സി മഹത്വത്തിൻ്റെ ദൈവം. ഉത്തരം ബി പരിശുദ്ധനായ ദൈവം. 12. ബേത്ത്ശെമെഷുകാർ ദൂതന്മാരെ അയച്ചത് എവിടേക്ക്? ഓപ്ഷൻസ്: എ കിര്യാത്ത്-യെയാറിലെ ജനങ്ങളുടെ അടുത്തേക്ക്, ബി ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക്, സി ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അടുത്തേക്ക്. ഉത്തരം എ കിര്യാത്ത്-യെയാറിലെ ജനങ്ങളുടെ അടുത്തേക്ക്. 13. കർത്താവിൻ്റെ പേടകം കണ്ടപ്പോൾ അത്യധികം ആനന്ദിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഇസ്രായേൽക്കാർ, ബി ബേത്ത്ശെമെഷിലെ ജനങ്ങൾ, സി ഈജിപ്തുകാർ. ഉത്തരം ബി ബേത്ത്ശെമെഷിലെ ജനങ്ങൾ. 14. പേടകവും അതോടൊപ്പം ഉണ്ടായിരുന്ന സ്വർണ്ണ ഉരുപ്പിടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി കല്ലിന്മേൽ വെച്ചത് ആര്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാർ, ബി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, സി ലേവ്യർ. ഉത്തരം സി ലേവ്യർ. 15. 1 സാമുവൽ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഓപ്ഷൻസ്: എ 21, ബി 20, സി 23. ഉത്തരം എ 21. 16. കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണമെന്ന് ഫിലിസ്ത്യർ ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാരോട്, ബി ജ്യോത്സ്യന്മാരോട്, സി പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും. ഉത്തരം സി പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും. 17. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് ഡാഷ് ആകരുത്? ഓപ്ഷൻസ്: എ സന്തോഷത്തോടെ, ബി വെറുങ്കയ്യോടെ, സി ദുഃഖത്തോടെ. ഉത്തരം ബി വെറുങ്കയ്യോടെ. 18. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുമ്പോൾ തീർച്ചയായും എന്ത് കൊടുത്തയക്കണം എന്നാണ് അവർ പറഞ്ഞത്? ഓപ്ഷൻസ്: എ ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ, ബി സ്വർണ്ണ നിർമ്മിതമായ വസ്തുക്കൾ, സി 5 കുരുക്കളും 5 എലികളും. ഉത്തരം എ
ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. 19. ബേത്ഷെമെഷിലെ ജനങ്ങൾ വയലിൽ കൊയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ബാർലി, ബി ഗോതമ്പ്, സി ചാമ. ഉത്തരം ബി ഗോതമ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20. 1 സാമുവൽ 6-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? ഓപ്ഷൻസ് എ പേടകം തിരിച്ചെത്തുന്നു, ബി സാമുവൽ ന്യായാധിപൻ, സി പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ഉത്തരം ഓപ്ഷൻ എ പേടകം തിരിച്ചെത്തുന്നു. എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങുക. ഓക്കെ, താങ്ക് യു.